ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. രേഖാചിത്രം നിറഞ്ഞ് ആടുകയാണ്, കളം നിറഞ്ഞാടുന്നു എന്ന് തന്നെ പറയാം. ഇന്ന് ചൊവ്വാഴ്ച 6-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. 5 ദിവസം കൊണ്ട് 5 ലക്ഷത്തിന് മുകളിലുള്ള ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് വിൽപ്പന റെക്കോർഡ് തീർത്ത് കുതിക്കുന്ന ഈ ഒരു അവസരത്തിൽ 6-ാം ദിവസവും യാതൊരു കുറവും വരുന്നില്ല. 35% ഓക്യുപ്പൻസിയിൽ സിനിമ ഓടുമ്പോൾ ഇന്നും കണ്ടിരിക്കുന്നത് 90,000-ഓളം ജനങ്ങളാണ് എന്നുള്ളതാണ്. ഇന്നലെ ഫൈനലായി കണ്ടത് 91,000-ന് മുകളിലാണെങ്കിൽ ഇന്നും ഏകദേശം അതിനടുത്തുള്ള ജനങ്ങൾ തന്നെ സിനിമ കാണും എന്നുള്ളത് ആണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 884 ഷോകളിൽ നിന്ന് ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 1,36,00,000 രൂപയാണ്. ഇന്നലെ ഇതേ സമയം 1,35,00,000 രൂപ മാത്രമാണ്. അതായത് ഇന്നലെ ഫൈനലായി ട്രാക്കേഴ്സ് പുറത്തുവിട്ടത് 1,47,50,000 രൂപയാണെങ്കിൽ ഇന്ന് 1,48,00,000 രൂപയിലേക്ക് എത്തും എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് മികച്ച ഒരു കൊയ്ത്ത് അങ്ങ് കൊയ്യുന്നു ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് 30 കോടി കടന്ന സിനിമ ഇന്നത്തോടെ 34 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം കേരളത്തിൽ നിന്ന് മാത്രമായി ഇന്ന് 2 കോടി നേടും. റെസ്റ്റ് ഓഫ് ഇന്ത്യ അതേപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തീർച്ചയായും 2 കോടി നേടും. അതിന് യാതൊരു സംശയമില്ല. ഇനി ഏത് കൊമ്പനായ ട്രാക്കർ വന്ന് പറഞ്ഞാലും കുറവാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അത്രത്തോളം മികച്ച രീതിയിൽ തന്നെയാണ് ഈ സിനിമയുടെ കളക്ഷൻ പോകുന്നത്. രേഖാചിത്രം അമ്മാതിരി കൊടൂര കളക്ഷനായിട്ട് തന്നെ പോകുന്നു. എന്താണെങ്കിലും മമ്മൂട്ടി ചേട്ടൻ കലക്കി എന്ന് തന്നെ പറയാം. മമ്മൂട്ടിയുടെ ഒരു റെഫറൻസ് വെച്ച് തുടർച്ചയായി 3-ാം വർഷത്തിലും ഒരു സിനിമ വിജയിക്കുന്നു. അതും ഓരോ വർഷത്തിൻ്റെയും തുടക്കത്തിൽ തന്നെ. അത് സ്വാഭാവികം അല്ലെങ്കിൽ യാദൃശ്ചികം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യമാണ്. അതെ, അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ആ ഒരു AI വരുന്നു. ഇതുവരെ ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച AI ചിത്രീകരണവും കൂടി ഈ ഒരു സിനിമയ്ക്ക് അവകാശപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മൊത്തം വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം 7 ലക്ഷം പേർക്ക് മുകളിലാണ് കേരള ഓഡിയൻസ് ഈ സിനിമ കണ്ടിരിക്കുന്നത്. അതും 48.5% ഓക്യുപ്പൻസിയാണ് ഇതുവരെ സിനിമ കണ്ടിരിക്കുന്നത്. 5,375 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് 11.25 കോടിയുമാണ്. അതായത് 15 കോടിക്ക് മുകളിലേക്ക് കേരള കളക്ഷൻ തന്നെ വന്നിരിക്കുന്നു ഈ ഒരു സിനിമ. അതെ, ആസിഫ് അലി തൻ്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനു മുമ്പുള്ള സിനിമകളുടെ റെക്കോർഡുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ആസിഫ് അലി കുതിക്കുകയാണ്. ഒരുപക്ഷെ ഈ സിനിമ എൻഡ് ചെയ്യുന്നത് 80-90 ലക്ഷം കോടി രൂപയിലായിരിക്കും എന്നുള്ളത് തന്നെയാണ്. മികച്ച സിനിമയാണ്, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു. വേൾഡ് വൈഡ് ആയിട്ട് ഒരേ അഭിപ്രായം. എന്തായാലും ഗംഭീരമായിട്ട് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വലിയ വിജയമാകട്ടെ, ഇതിൻ്റെ 4 ഇരട്ടി വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.